ഭരണഭാഷ മലയാളമാക്കാനുള്ള നടപടികൾ ഇഴയുന്നു. തിരുവനന്തപുരം സർക്കാർ വകുപ്പുകളിലും സർവകലാശാലകളിലും ഭരണഭാഷ മലയാളമാക്കാനുള്ള നടപടികളിൽ പുരോഗതിയില്ലെന്ന് ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച സംസ്ഥാനതല സമിതി കണ്ടെത്തി. 2025 സെക്രട്ടേറിയറ്റിലെ 3 വകുപ്പുകൾ 100% ഭാഷാമാറ്റം കൈവരിച്ചെങ്കിൽ 2026 പകുതി പിന്നിട്ടിട്ടും ഒരു വകുപ്പുപോലും ഈ നേട്ടത്തിന് അരികിലെത്തിയിട്ടില്ല. പ്രധാന ഡയറക്ടറേറ്റുകളിൽ 59 എണ്ണം കഴിഞ്ഞ വർഷം 100% നേട്ടം കൈവരിച്ചെങ്കിൽ ഈ വർഷം 42 കുറഞ്ഞു. ഭരണഭാഷാ മാറ്റത്തിന് മുന്നിൽ നിൽക്കേണ്ട സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകൾ 2026 ജനുവരി-ജൂണിലെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. വെറ്ററിനറി, കലാമണ്ഡലം, ന്യൂവൽസ്, കേരള സർവകലാശാലകളും റിപ്പോർട്ട് നൽകിയിട്ടില്ല. 3 മാസത്തിലൊരിക്കൽ ഔദ്യോഗിക ഭാഷാസമിതി യോഗം ചേരണമെന്നാണ് നിയമമെങ്കിലും പല വകുപ്പുകളും ഇതിന് തയ്യാറാകുന്നില്ല. ഈ വർഷം സെക്രട്ടേറിയറ്റിലെ 33 വകുപ്പുകളിലും പുറത്തുള്ള 45 വകുപ്പുകളിലും 11 സർവകലാശാലകളിലും യോഗം ചേർന്നിട്ടില്ല. നടപടികൾ ഇഴയുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതി കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബെവ്കോ ഡിപ്പോസിറ്റ് റീഫണ്ട് സ്കീം വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ലിജു. തിരുവനന്തപുരം റാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് 20 രൂപ അധികം വാങ്ങിയ ശേഷം കുപ്പി തിരിച്ചേൽപ്പിക്കുമ്പോൾ ഈ തുക മടക്കി നൽകിയിരുന്ന ഡിപ്പോസിറ്റ് റീഫണ്ട് സ്കീം പദ്ധതി ബെവ്കോയുടെ മുഴുവൻ ഔട്ട്ലെറ്റുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നു മന്ത്രി. അവിടുല്ലേ പ്രശ്നം. ബെവ്കോ ഡിപ്പോസിറ്റ് റീഫണ്ട് സ്കീം എന്നതിന്റെ മലയാളപദം കണ്ടെത്തിവരാൻ ഔദ്യോഗികമായി വിട്ട വിദഗ്ധൻ ഇപ്പോഴും ക്യൂവിലാണ്, വന്നിട്ടില്ലാത്രേ.